ഞാൻ വെറുതെ കുറെ സ്വപ്നങ്ങളുടെ പുറകെ പോയി. കയ്യിലിരുന്ന രത്നം നഷ്ടപ്പെടുത്തിയിട്ട് മിന്നാമിനിങ്ങിന്റെ പിന്നാലെ പോയതുപോലെ. പക്ഷേ ഒരു ഗുണമുണ്ടായി. കണക്ക് പറഞ്ഞ് ഇവിടുന്ന് പോവാൻ ശ്രമിച്ചപ്പോഴാ നഷ്ടത്തിന്റെ വേദന എനിക്ക് മനസ്സിലായത്. എനിക്ക് വരുണനെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവാൻ പറ്റില്ല. വരുണനെ ഞാൻ ശരിക്കും അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അല്ല, ഈ പറഞ്ഞതിന്റെ വില എത്രയാ? വലിയ വിശദീകരണം ഇല്ലാതെ അതൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തരാൻ സൗകര്യമായിരുന്നു. കളിയാക്കിക്കോ. പക്ഷെ ഞാൻ എന്റെ തീരുമാനം പറയാം. ഇനി മുതൽ ഞാൻ വരുണനെ സത്യസന്ധമായി സ്നേഹിക്കും. ആത്മാർത്ഥതയുള്ള ഭാര്യയാവാൻ ശ്രമിക്കും. ഈ വേഷം നന്നായിട്ടുണ്ടോ? ആണുങ്ങൾ കണ്ടാ മോഹിച്ചു. എന്നിട്ട് വരുണന് മോഹം തോന്നിയോ? അർദ്ധരാത്രി ആണുങ്ങളെ മയക്കാൻ നടക്കുന്ന ഒരുത്തിയോട് എനിക്ക് കമ്പം തോന്നിയിട്ടില്ല. ഇനി ഒട്ടും തോന്നുകയേയില്ല. വരുൺ പ്ലീസ്, നമ്മൾ എന്തിനാ തർക്കിച്ച് ദിവസങ്ങളും മാസങ്ങളും കളയുന്നേ? ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ? വരുൺ വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. കൈവിട്. വിടാനല്ലേ പറഞ്ഞേ? ഇതെന്റെ അവകാശമാ. ഈ കൈ പിടിക്കാനും ഈ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് നിൽക്കാനും. ഒട്ടുപോകരുത് തന്നെ. എന്റെ ശരീരവും എന്റെ മനസ്സും ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനായിട്ട് ഞാൻ കാത്തുവച്ചിരിക്കുക. നിന്നെപ്പോലെ ഒരുത്തി അത് അശുദ്ധമാക്കാനൊന്നും പാടില്ല. തല്ലിക്കോ, എനിക്ക് വേദനിക്കില്ല. കാരണം സ്നേഹിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ വരുണിന്റെ തല്ലും കുത്തുവാക്കുകളും ഒക്കെ തലോടലുകളായി സ്വീകരിക്കാന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം പ്രിയങ്കയെ വരുൺ സ്നേഹിക്കില്ല. ഞാനിവിടെ നിന്നുകൂടാ. ഈ രാത്രി തന്നെ ഇവിടുന്ന് പോയേ പറ്റൂ.